ഹരേ കൃഷ്ണ. വ്യാസമഹർഷിയുടെ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സഭാപർവ്വതത്തിലെ തന്നെ രണ്ടാമത്തെ പർവ്വമായിട്ടുള്ള പർവ്വസംഗ്രഹ പർവ്വം ഒന്ന് പറയാം. ഋഷിമാർ സൂതൻ്റെ അടുത്ത് പറയുകയാണ്, അങ്ങ് സമന്തപഞ്ചകം എന്ന് പറഞ്ഞുവല്ലോ, അതിൻ്റെ യഥാർത്ഥ തത്വം കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങ് പറഞ്ഞു തന്നാലും. സൂതൻ കഥ വിവരിക്കാൻ തുടങ്ങി. ത്രേതായുഗത്തിൽ അവതരിച്ച പരശുരാമൻ അധർമ്മിയായിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാരെയെല്ലാം 21 പ്രാവശ്യം ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ശേഷം അവിടെയുണ്ടായിരുന്ന അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരെ എല്ലാം, അതുപോലെ തന്നെ തൻ്റെ അച്ഛനെ വധിച്ച കാർത്യവീര്യാർജുനനോടുണ്ടായ കോപം കാരണം അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരെയെല്ലാം കൊന്നൊടുക്കി. ആ ക്ഷത്രിയ വംശം മുഴുവൻ കൊന്നൊടുക്കി. അവരുടെ ആ രക്തം കൊണ്ട് അതൊരു രക്തക്കയം പോലെ, നദി പോലെ അവിടെ ഒഴുകിത്തുടങ്ങി. ആ രക്തക്കയത്തിൽ വെച്ച് പരശുരാമൻ പിതൃക്കൾക്ക് കർമ്മം ചെയ്തു. ഇത് കണ്ട ഋജീകൻ തുടങ്ങിയ പിതൃക്കൾ പരശുരാമനോട് പറഞ്ഞു, നിന്നിൽ ഞങ്ങൾ സംപ്രീതനായിരിക്കുന്നു. ഭാർഗവരാമ, നീ ഞങ്ങളിൽ നിന്നും വരം വാങ്ങിക്കൊള്ളൂ, നിനക്ക് നന്മ വരട്ടെ. ഇത് കേട്ട് ഭാർഗവരാമൻ പറഞ്ഞു, എന്നിൽ പിതൃക്കൾ സന്തോഷിച്ചിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതികോപത്തോടെ ക്ഷത്രിയ വംശം മുടിച്ചതിൽ എനിക്ക് വന്നു ചേർന്ന പാപം തീരേണമേ, അതാണ് എനിക്കിഷ്ടമായ വരം. ഈ രക്തകയങ്ങൾ അത് ശുദ്ധ തീർത്ഥങ്ങളായി എന്നും നിലനിൽക്കണമേ. ഇത് കേട്ട് പിതൃക്കൾ അപ്രകാരം തന്നെ സംഭവിക്കട്ടെ രാമ എന്ന് അനുഗ്രഹിച്ചു. ഈ രക്തക്കയങ്ങൾക്കരികിലുള്ള പുണ്യപ്രദേശമാണ് സമന്തപഞ്ചകം. ഈ സമന്തപഞ്ചകത്തിൽ വെച്ചാണ് കുരുപാണ്ഡവ യുദ്ധമുണ്ടായിരുന്നത്. അതിധർമ്മിഷ്ഠമായിരുന്ന ആ യുദ്ധത്തിൽ ആ ഭൂമിയിൽ 18 അക്ഷൗണി സൈന്യം യുദ്ധത്തിനെത്തി. അവിടെ വെച്ച് പോരാടി ആ പടയൊക്കെ മുടിഞ്ഞുപോയി. ഇതാണ് അവിടെ ഉണ്ടായ സംഭവം. ഇതാണ് ഈ ലോകത്രയത്തിൽ തന്നെ, ഈ 14 ലോകത്തിലും ഈ സ്ഥലം ഇത്ര പുണ്യമാവാനുള്ള കാരണം. ഇത് കേട്ട് മഹർഷിമാർ വീണ്ടും ചോദിച്ചു, ഹേ സൂതപുത്ര, അങ്ങ് അക്ഷൗണി പട എന്ന് പറഞ്ഞുവല്ലോ, എന്താണ് അക്ഷൗണി? അതിൻ്റെ വിവരണം കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സൂതൻ വീണ്ടും എന്താണ് അക്ഷൗണി എന്ന് വിവരിക്കാൻ തുടങ്ങി. ഒരു തേര്, ഒരു ആന, 5 കാലാൾ, 3 കുതിര, ഇവ ചേരുന്നതാണ് ഒരു പത്തി. 3 പത്തി ചേർന്നാൽ ഒരു സേനാമുഖം, 3 സേനാമുഖം ചേർന്നാൽ ഒരു ഗുൽമം, 3 ഗുൽമം ചേർന്നാൽ ഒരു ഗണം, 3 ഗണം ചേർന്നാൽ ഒരു വാഹിനി, 3 വാഹിനി ചേർന്നാൽ ഒരു പിതൃന, 3 പിതൃന ചേർന്നാൽ ഒരു ചമു, 3 ചമു ചേർന്നാൽ ഒരു അനീകിനി, 10 അനീകിനി ചേർന്നാൽ ഒരു അക്ഷൗണി. ഇതാണ് അക്ഷൗണിയുടെ കണക്ക്. കുരുപാണ്ഡവ പടയിൽ ഈ കണക്ക് പ്രകാരം 18 അക്ഷൗണി യുദ്ധഭൂമിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കൂടിയ സംഖ്യ അവിടെ തന്നെ ഒടുങ്ങിപ്പോയി. ഈ ഇതിഹാസം സർവ്വ അംഗങ്ങളിലും വെച്ച് ഉത്തമമാണ്. ഇതിൽപ്പെടാത്ത കഥകളൊന്നും ലോകത്തിലില്ല. ആഹാരമൊന്നും കൂടാതെ ദേഹം നിലനിൽക്കില്ലല്ലോ, അതുപോലെ ഈ ഭാരതം എല്ലാ കവികൾക്കും ഉപജീവനമാണ്. ഈ ഇതിഹാസത്തിലാണ് എല്ലാ സൽബുദ്ധിയും ഇരിക്കുന്നത്. അനുക്രമാണിക പർവം, പർവസഗ്രഹം, പൗഷ്യം, പൗലോമം, ആസ്തികം, ആദ്യവംശാവതരണം, സഭാപർവം, സംഭവപർവം, ഇങ്ങനെ തുടങ്ങി എല്ലാ പർവ്വങ്ങളെക്കുറിച്ചും സൂതൻ ഋഷിമാർക്കായി പറഞ്ഞുകൊടുത്തു. ഇങ്ങനെ 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. വളരെ ചുരുക്കിയാണ് സൂതൻ ഇപ്പോൾ പറഞ്ഞത്. മഹാഘോരമായ മഹാഭാരത യുദ്ധം 18 ദിവസം നടന്നു. 4 വേദങ്ങളും അത് ഉപനിഷത്തോടു കൂടെ അറിഞ്ഞാലും ഈ മഹാഭാരതം അറിയാതെ പണ്ഡിതനാകില്ല എന്നാണ് പറയുന്നത്. ഈ മഹാഭാരതം കേൾക്കുന്നവനെ മറ്റ് കാവ്യങ്ങളൊന്നും രുചിക്കുകയില്ല. കുയിൽനാദം കേൾക്കുന്നവനെ കാക്കധ്വനി രുചിക്കുകയില്ലല്ലോ, അതുപോലെ ഈ 18 പർവ്വങ്ങളും വളരെ വിശദമായിട്ട് ഇതിലിനിയും പറയാം. വ്യാസമഹർഷിയുടെ ചുണ്ടിൽ നിന്നും പുറപ്പെട്ട് ഉയർന്നു പരന്നതും
പാപനാശകരവും സുഹൃതപ്രദവും പരമവും വിശുദ്ധവുമായ ഈ ഭാരതം കുറച്ചെങ്കിലും കേൾക്കുന്നവന് പിന്നെ എന്തിനാണ് സ്വർഗസ്നാനം എന്നാണ് പറയുന്നത്. ഈ സംസാര സാഗരം കടക്കുന്നവന് ഈ മഹാഗ്രന്ഥം വലിയൊരു അനുഗ്രഹമായി ഭവിക്കും. ഹരേ കൃഷ്ണ. ഇനി പൗഷ്യപർവമാണ്. സഭാപർവ്വതത്തിലെ തന്നെ 3ാമത്തെ പർവ്വമാണ് പൗഷ്യപർവം. അത് നാളെ പറയാം. ഹരേ കൃഷ്ണ.